ഹലോ ഗൈസ്, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇനി എൻ്റെ വീട്ടിലെ ജോലിയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഡെയിലി 4:30 നീച്ചിട്ട് ബ്രഷ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് വാം വാട്ടർ കുടിക്കും. അത് കഴിഞ്ഞിട്ട് ലൈറ്റ് എക്സസൈസ് ചെയ്യും, പിന്നെ മെഡിറ്റേഷൻ ചെയ്യും. ഞാൻ എപ്പോഴും ചെയ്യും, കണ്ടിന്യൂ ആയിട്ട് ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമാണ്, എൻ്റെ ഒരു ഹോബിയാണ് ഇത്. ഇന്നലെ ആയിട്ട് തുടങ്ങിയതൊന്നുമല്ല. ഇത് ഞാൻ 10ാം ക്ലാസ് മുതലാണ് തുടങ്ങിയത്. പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം, നമുക്ക് കുട്ടിയായ ശേഷം കുറച്ച് ഗ്യാപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ല തടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ എനിക്ക് തലവേദന, കാൽവേദന, മുട്ടുവേദന, പല വേദനകൾ വരാൻ തുടങ്ങി. പിന്നെ വന്നും കൂടി ഞാൻ കണ്ടിന്യൂ ചെയ്തു എക്സസൈസ്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. എല്ലാ കാര്യത്തിനും ഇൻട്രസ്റ്റാണ്, ഹാപ്പിയാണ്. പിന്നെ എന്താ ഒരു പാട്ടായാലും, ഒരു ഡാൻസ് ആയാലും, ഒരു കോമഡി ആയാലും, ഒരു വീട്ടിലത്തെ ജോലി ആയാലും, എന്തായാലും ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. കാരണം ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഞാൻ ഈ എക്സസൈസ് ചെയ്യണത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ. അങ്ങനെ എനിക്ക് വീട്ടിൽ ആളില്ല, ഒന്നുമില്ല, അങ്ങനത്തെ കുറവൊന്നും എനിക്ക് കാണുന്നില്ല. കാരണം ഞാൻ എപ്പോഴും എൻഗേജ് ആയിട്ടുണ്ടാവും, ഒന്നില്ലെങ്കിൽ വന്ന് ചെയ്യും. അപ്പം അങ്ങനെ പിന്നെ ഞാൻ പറയുന്നത് എല്ലാവർക്കും ഞാൻ ഒരു ടിപ്സ് കൊടുക്കുന്നത് പറഞ്ഞാൽ, നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ 24 hours ഒരു അരമണിക്കൂർ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കണം. ഇപ്പോൾ കുറഞ്ഞത് അരമണിക്കൂർ ഇല്ലെങ്കിലും ഒരു 20 മിനിറ്റ് ആണെങ്കിലും നമ്മൾക്ക് പറയുക, വീട്ടിൽ ചെറിയ ചെറിയ എക്സസൈസ് കാര്യങ്ങൾ ചെയ്യണം. ഇല്ലെങ്കിൽ ഡാൻസ് ചെയ്ത് നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ടി വിയിലൊക്കെ പല ക്ലാസ്സസ് ഉണ്ട്. ഇപ്പോൾ രാവിലെ മോർണിംഗ് ക്ലാസ്സസ് ഉണ്ട്, നല്ല എക്സസൈസ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അതല്ലാതെ യൂട്യൂബിൽ ഒരുപാട് ചാനലുണ്ട്, വർക്കൗട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറേ എന്തെങ്കിലും അത് പോകണോ, ടി വി കണ്ടിട്ടോ അങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കണം. ഇപ്പോൾ അതല്ലെങ്കിലും പിന്നെ ഇപ്പോൾ നല്ലൊരു സിസ്റ്റം പാസ്സായി വന്നിട്ടുണ്ട് നമ്മൾക്ക് വേണ്ടിയിട്ട്. പിന്നെ മേക്ക് 7 പറഞ്ഞിട്ട് മൾട്ടിപ്ലൈ എക്സസൈസ്. അപ്പോൾ അതിന് കുറഞ്ഞ 20 മിനിറ്റ് ഉള്ളൂ. നമുക്ക് അതിൽ പങ്കെടുക്കാൻ നോക്കണം. അവിടെ പോയാൽ എല്ലാവരും നമ്മൾ ആൾക്കാരൊപ്പം കൂടിയിട്ട് ഒരു സന്തോഷം ഉണ്ടാവും. നമ്മൾക്ക് മെൻ്റലി ആയിട്ടും ഫിസിക്കലായിട്ടും നമ്മൾ സ്ട്രോങ് ഉണ്ടാവും. അപ്പോൾ അതിൽ പോയി കൂടാൻ നോക്കണം. കാരണം അത്ര നല്ലൊരു ചാൻസാണ്. ഞാനും അവിടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഞാൻ ട്രെയിനറാണ്. പിന്നെ കുറച്ച് ദിവസം ഞാൻ എൻ്റെ കുട്ടികൾ സമയമൊക്കെ സ്കൂളിൽ പോകുന്ന സമയമൊന്നും സെറ്റല്ല, ട്യൂഷനും കാര്യങ്ങളും രാവിലെ തന്നെ ആയിട്ട്. അപ്പോൾ എനിക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ പോയിട്ടില്ല. എന്തായാലും ഞാൻ പോകണം പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ പോകുമ്പോൾ കിട്ടാനുള്ളൊരു സന്തോഷം വേറെയാണ്. കാരണം എല്ലാവരും നമ്മളെ വീട്ടിൽ ഒറ്റയ്ക്ക് ചെയ്യണത് അത് വേറെ ഒരു ഇതാണ്. പക്ഷെ അവിടെ എല്ലാവരും ഒപ്പം കൂടി ചെയ്യുമ്പോൾ അതിന് നമുക്ക് മനസ്സിക്കൊരു നല്ലൊരു സമാധാനം കിട്ടുന്നുണ്ട്, നല്ല സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഹെൽത്ത് ഉണ്ടാക്കാനുള്ള ചാൻസസ് കുറേ ഉണ്ട്. അപ്പോൾ നമ്മളത് ടൈം യൂസ് ചെയ്യണം എല്ലാവരും. അപ്പോൾ പിന്നെ പറയുന്നത്, നമ്മൾ കുറേ മുതൽ സ്വത്തൊക്കെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, നമുക്ക് ഹെൽത്ത് ഇല്ലെങ്കിൽ ഒന്നുമില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ ചെറുതായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കണം. അങ്ങനെ ഞാൻ എൻ്റെ പറയാനുള്ള ഒരു ഉദ്ദേശം, എല്ലാവരും നല്ല ആരോഗ്യം ഉണ്ടാവണം. നമ്മളെല്ലാ കുട്ടികളുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടണമെങ്കിൽ നമുക്ക് ഹെൽത്ത് വേണം. അപ്പോൾ അത് ഹെൽത്ത് നമ്മൾ എന്തായാലും ഉണ്ടാക്കിയിട്ട് എടുക്കണം പറയാനുള്ള ഒരു ഇതാണ് നിങ്ങൾക്ക് എക്സാമ്പിൾ എന്നാണ് നിങ്ങൾക്ക് കൊടുക്കുന്നത്. എന്തായാലും ഞാൻ എൻ്റെ വീഡിയോ ഇന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ലാഭം ഉണ്ടാവും വിചാരിക്കും. പിന്നെ ഇതേമാതിരി ഞാൻ കുറേ വീഡിയോസ്, എക്സ്പീരിയൻസ് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ കണ്ടിന്യൂ ചെയ്യും. നിങ്ങൾ എപ്പോഴും എനിക്ക് സപ്പോർട്ടായി ഇരിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ ബൈ.